എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം? ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്? ഈ അടുത്തു നടന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ കേസ് നേരിടുകയും ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെടുകയും ചെയ്യുന്നു. അതിനെതിരെ ഡൽഹിയിൽ സംയുക്ത പ്രതിപക്ഷ സഖ്യത്തിൻ്റെ പ്രതിഷേധ സമരം നടക്കുന്നു. മുൻനിരയിൽ നിന്ന് സോണിയാഗാന്ധി തൻ്റെ പിറകിലുള്ള കേരളത്തിൽ നിന്നടക്കമുള്ള കോൺഗ്രസ് എംപിമാരെ നോക്കി അറസ്റ്റുണ്ടാകുമ്പോൾ നിങ്ങൾ തിരിഞ്ഞോടുമോ എന്ന് ചോദിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളടക്കം എല്ലാവരും ചിരിക്കുന്നു. ഒടുവിൽ സ്വാഭാവികമായി അറസ്റ്റുണ്ടാകുന്നു. അപ്പോഴേക്കും പിൻനിരയിലേക്ക് പൂണ്ടുപോയ കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം കോൺഗ്രസ് എംപിമാരും സ്ഥലം കാലിയാക്കി എയർപോർട്ടിലേക്ക് സ്കൂട്ടായി നാട്ടിലേക്ക് വണ്ടി പിടിക്കുന്നു. CPM, CPI പാർട്ടികളുടെ പാർലമെൻറ്റ് അംഗങ്ങൾ അറസ്റ്റ് വരിക്കുന്നു. ഇത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ല, കോൺഗ്രസിൻ്റെ അനൗദ്യോഗിക മുഖപത്രം മനോരമയാണ്. ഓർക്കണം, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെയുള്ള സമരത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ മുങ്ങുകയും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അറസ്റ്റ് വരിക്കുകയും ചെയ്തു. എന്തിനാണ് ഡൽഹിയിൽ ഇടതുപക്ഷ അംഗങ്ങളെന്ന് കോൺഗ്രസ് അനുഭാവികൾക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം നേതാക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും സമരം ചെയ്യാനും അവസാനം വരെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ കാണൂ. ഇനി ഒരു കാര്യം കൂടി പറയാം. 2014 മുൻപും രാജ്യത്ത് BJP ശക്തമായിരുന്നു. ഭരണത്തിലിരിക്കുകയും പ്രധാന പ്രതിപക്ഷ കക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുണ്ട്. 2014 മോദി ഭരണം വരികയും 2019 അത് ആവർത്തിക്കുകയും ചെയ്തു. 2019 സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി മറ്റൊരു സുരക്ഷിത മണ്ഡലം തേടി വയനാട് മത്സരിക്കാനെത്തുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട് വരുന്ന കാലം വരെ 70 വർഷക്കാലം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ മുസ്ലിം ലീഗുകാർ അവരുടെ ചന്ദ്രക്കല പതിപ്പിച്ച പച്ച പതാക കേരളത്തിലുടനീളം അഭിമാനത്തോടെയും ആവേശത്തോടെയും സധൈര്യമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നപ്പോൾ കൂട്ടത്തിൽ ഉത്തരേന്ത്യൻ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൂടി കൂടെ കൊണ്ടുവന്നു. അങ്ങനെ മുസ്ലിം ലീഗുകാർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത നിലയിൽ മലപ്പുറം ജില്ലയിൽ പോലും സ്വന്തം പതാക പുറത്തെടുക്കാൻ പറ്റാതെയായി. മലബാറിലെ UDF എന്നാൽ ലീഗായിട്ട് കൂടി വയനാട്ടിലും കണ്ണൂരും നിലമ്പൂരുമൊക്കെ സ്വന്തം പതാക വീശിയതിന് ലീഗ് പ്രവർത്തകർക്ക് കോൺഗ്രസ് പ്രവർത്തകരാൽ മർദ്ദനമേൽക്കേണ്ടി വന്നു. എന്നിട്ടും ലീഗ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്ന മുസ്ലിം വിരുദ്ധമായ കീഴടങ്ങൽ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുകയാണ്. എന്തിനാണ് പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളെന്ന് മുസ്ലിം ലീഗ് അനുഭാവികൾക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ലളിതമായി പറയാം. ലീഗിനോട് ശക്തമായ രാഷ്ട്രീയ വിയോജിപ്പ് നിലനിർത്തുമ്പോൾ പോലും നിങ്ങളുടെ പതാക ഉയർത്താൻ സമ്മതിക്കാത്ത, മുസ്ലിം സ്വത്വ ചിഹ്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് കീഴടങ്ങലുകളില്ലാതെ ശബ്ദിക്കാൻ സ്വന്തം ജീവൻ കൊടുത്തും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാത്രമേ കാണുകയുള്ളൂ.